അപ്പം നമ്മള് 10th മന്തിനുള്ള ഡ്രസ്. അപ്പൊ ഏഞ്ചല് ഭാവി ഇവിടെ ഇരുന്ന് കളിയിലാണ് കേട്ടോ. ഒരു മൂലയിൽ നിന്ന് അതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വരത്തില്ല അതിന്റെ അടുത്തോട്ട് ഓടി കുറച്ചൊരു ഇച്ചിരി പോഷൻ മതി. ഞാൻ രണ്ടാട്ടും മടക്കിയിട്ടാണ് കേട്ടോ വിരിക്കുന്നത്. തക്കാളി ഞങ്ങളുടെ കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഏഞ്ചല് 10 വെക്കാൻ കിടക്കുവാണ് കേട്ടോ. ഫോട്ടോ എടുക്കാം കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിനിക മറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏഞ്ചലിന്റെ 10th മന്ത് ഷൂട്ടാണ് കേട്ടോ. അപ്പം എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഷൂട്ടിലോട്ട് പോവാം. അതിനു മുന്നേ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഏഞ്ചല് ഭാവി ഇവിടെ ഇരുന്ന് കളിയിലാണ് കേട്ടോ. ആള് നല്ല കളിയിലാണ്. മാത്രമേ ഞങ്ങൾ ഇട്ട് കൊടുത്തുള്ളൂ, വേറൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ ഇന്നലെ ഷൂട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നലെ പറ്റിയില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയി. കാരണം അപ്പൊ ഇന്നലെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇന്നലെ വിരിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മള് 10th മന്തിനുള്ള ഡ്രസ് ഇവിടെ നിന്നല്ലോ, നമുക്ക് ബെഡ്ഷീറ്റ് എടുക്കാം. ഡ്രസ് ഇവിടെ തന്നെ ഉണ്ട്, ബെഡ്ഷീറ്റ് എടുക്കാം. ഇതെന്തേ ബെഡ്ഷീറ്റ് നോക്കട്ടെ, എന്നോട് കാണും. പ്രിയ ബെഡ്ഷീറ്റ് തപ്പുവാണേ. അതിനിടയിൽ തന്നെ ഉണ്ട്. പ്രിയയുടെ കണ്ണി പൊതുവെ അങ്ങനൊന്നും പെടാറില്ല, അതിതൊന്നും പെടുന്നില്ല. അവളെന്തോ തപ്പുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മൊത്തത്തിൽ ബെഡ്ഷീറ്റുകളാണ്, അതുകൊണ്ട് തപ്പിയെടുക്കാൻ. നമ്മൾ ഈ ഇടയ്ക്ക് കഴുകിയതല്ലേ ഉള്ളൂ. അതാ കഴുകിയതേ ഉള്ളൂ, ഇപ്പൊ കാണാനില്ല. ഇവിടെ തന്നെ കാണുന്നു. ബെഡ്ഷീറ്റും ജർക്കികളും മാത്രമേ ഉള്ളൂ. ഒരു മൂലയിൽ നിന്ന് അതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അനീഷ വലിച്ചെടുക്കുക. ഇപ്പോഴത്തെ ബെഡ്ഷീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള നോട്ടത്തിലാണേ. മൈക്ക് ഇരിക്കുന്നുണ്ട്, മൈക്ക് പിടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായി, അതിനുള്ള വരവാ. അപ്പൊ ഏഞ്ചലിന് പ്രിയയുടെ കൈ കൊടുത്ത് വിട്ടേട്ടോ. കാരണം ആള് കുറച്ച് നോട്ടേക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ നന്നായിട്ട് പിരിച്ചിട്ടതിന് ശേഷം ഏഞ്ചലിനെയും പ്രിയനും വിളിക്കാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഞാൻ ശരിയാക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഞങ്ങളുടെ ബെഡ്ഷീറ്റ്, ഞങ്ങളുടെ കട്ടിലിന്റെ കൊലപ്പ്, ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് വേണം ഏഞ്ചലിനെയും പ്രിയനെ ഒന്ന് വിളിക്കാൻ. കുറച്ചൊരു ഇച്ചിരി പോഷൻ മതി. ഞാൻ രണ്ടാട്ടും മടക്കിയിട്ടാണ് കേട്ടോ വിരിക്കുന്നത്. ചേട്ടനെ വിരിക്കാന്ന് വിചാരിച്ചേട്ടോ. ആദ്യം രണ്ടാട്ടും വിരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പത്തൊന്നും വേണ്ട, ഒറ്റയായിട്ടാണ് വിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വിരിച്ചു കഴിഞ്ഞു. ഈ പോർഷൻ ഞാനൊന്നും ചെയ്യുന്നില്ല, കാരണം ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത്രയും പോർഷന് ആവശ്യമുള്ളൂ ഫോട്ടോ എടുക്കാൻ. അത്രയും ഇത്രയും പോർഷനെ മാത്രമേ എല്ലാം ചെയ്തിട്ടുള്ളൂ. ഇനി ഏഞ്ചലിനെയും പ്രിയനെ വിളിക്കാം. കം കം കം. ഫോൺ നോക്കിയിട്ട് കൈ അടിച്ചോണ്ടിരിക്കും. ഏഞ്ചല് ക്യാമറ ഉണ്ടായാലും കൈയിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി കൊച്ചിൻ്റെതായ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കൊച്ച് കാണിച്ചിരുന്നായിരിക്കും. ഇനി ഏഞ്ചലിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്ന തക്കാളിയാണേ. ഹായ് പറയാം ചേച്ചി. ഹായ് ഹായ്.
നാളെ വരുന്ന കേട്ടോ എഞ്ചിക്ക്. എഞ്ചി ഉറക്കാ കാന്ന് ഉറക്കാ. എഞ്ചി കഴിഞ്ഞ ജന്മത്ത് കാക്കയായിരുന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എഞ്ചി കുറച്ച്, അതായത് എഞ്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാ കാ ഇങ്ങനെ വെക്കാറുണ്ട്. എഞ്ചി ഇങ്ങനെ കാക്കാന്ന് വെക്കുന്ന, അതിന് ഞങ്ങൾ പുറത്ത് കാക്കേനെ കാണുമ്പോൾ എഞ്ചി കാക്കാന്ന് പറയുന്നോണ്ടുള്ള കാ മാത്രമാണോന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ മോഡല്. നേരത്തെ റിംഗ് ലൈറ്റിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് മോഡൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. കളർ റോസ് കളർ പുള്ളിയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഏഞ്ചലിന്റെ ഡ്രസ്. ഏഞ്ചൽ എന്നിട്ട് വലിക്കുമോ മുടിയൊക്കെ. നമുക്കിനി ഡ്രസ്സ് ഇടിയിക്കാം. ആ പോപ്പീസിന്റെ ഡ്രസ്സാണ്. ഞങ്ങള് ടാഗ് പോലും കളഞ്ഞു. ഞങ്ങളൊരു വട്ടം എവിടെയോ പോയിപ്പോ വാങ്ങിച്ചതാ. 3 to 6 months ആണ്. ഇപ്പൊ 10 months ആവാറായി. ഇപ്പോഴാണ് ഇത് ഏഞ്ചലിന് കണക്കാവുന്നത്. ഇത് ഡ്രസ്സ് നല്ല വലിയ ഡ്രസ്സ് കേട്ടോ, അതാ സംഭവം. ഇങ്ങനെ ഫുള്ള് ഇടാം. ഏഞ്ചലിന് ഒരുക്കാം. ഏഞ്ചലിന് ജലദോഷം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളൊന്ന് കുളിപ്പിച്ചില്ല കേട്ടോ. എന്തായാലും കുളിപ്പിക്കും. വൈകുന്നേരം അപ്പൊ കുളിപ്പിക്കാന്ന് വിചാരിച്ചു. കാരണം ഡെയിലി കുളിപ്പിക്കുന്നത് നല്ലതല്ലേ പിള്ളേരെ. ഇമ്മ്യൂണിറ്റി കൂടാൻ ഡെയിലി കുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏഞ്ചല് പറന്നു നടക്കുവാണ്. എന്തായാലും തുണി നനച്ച് ഫേസ് നന്നായിട്ടും തുളച്ചു കൊടുക്കാം കേട്ടോ. അവൾ അവിടെ ഇരുന്ന് ഭാവിക്കുക, ഞാൻ അവിടെ പോവുക. ഇലാസ്റ്റിക്കിന്റെ ഡ്രസ്സാണ്. കൈ മൊത്തം ഇലാസ്റ്റിക്കാ. 2 സൈഡിൽ ഇലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിക്കാനും പറ്റത്തില്ല. ഏഞ്ചലാണെങ്കിൽ കണ്ടില്ലേ, ഇതാണ് ഏഞ്ചൽ. അവിടെ ഇരി. ഏഞ്ചല് ഇപ്പം 9 മാസം ആയതിനു ശേഷമാണ് കേട്ടോ എന്നെ അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. അതുവരെ അപ്പ 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 മാത്രമായിരുന്നു അതിനകത്ത്. ഇതൊരു ലോഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏഞ്ചലിനെ കാണാൻ ഇതിലിപ്പോ. ഞാൻ അടുത്ത അനീഷയുടെ ഊഴമാണേ. ഒരു കൈ ഞാൻ എങ്ങനെയെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അനീഷ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഭയങ്കര പാടും ഇപ്പം വരെ ഡ്രസ്സൊക്കെ ഇടിക്കാനൊക്കെ. അവക്ക് മൈക്ക് സംസാരിക്കും. ഏഞ്ചലിന്റെ മൈക്ക് സംസാരിച്ചോണ്ട് ഏഞ്ചലിടുന്നേ. ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കൈ കൊടുക്കണം, എന്നാലും ഇടാൻ സംഭവിക്കും. നീ മാറടിക്കുന്നത് കാണുന്നത്. ഓക്കെ, ഞങ്ങള് ഏഞ്ചൽ ഡ്രസ് ഇട്ടു. ഓക്കെ, ഞങ്ങളുടെ ഏഞ്ചൽ ഡ്രസ് ഇട്ട് കഴിഞ്ഞു. ഇനി ഏഞ്ചലിന് മുടിക്ക് കെട്ടി കൊടുക്കാം. ഇതാണ് പുള്ളിയുള്ള ഔട്ട്ഫിറ്റ്. നിർത്തി കാണിച്ചു തരാം. ലോഹ പോലുണ്ട് ഏഞ്ചൽ. ലോഹ ഏഞ്ചൽ. ഒരു ലോഹ ഇട്ടണക്കുണ്ട് ഏഞ്ചലി ഡ്രസ് ഇട്ടപ്പോ. കൊള്ളാം. ഞങ്ങള് കുറച്ച് വെറൈറ്റി മോഡലായിട്ട് തോന്നിയിട്ട് എടുത്താൽ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്ത ഡ്രസ്സായിരുന്നേ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഏഞ്ചലിന് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാതെ അതൊക്കെ താഴെ ഇരിക്കണം. 3 to 6 months ആണെങ്കിലും 10 months ആവാറായപ്പോഴാണ് ഇത് കണക്കാവുന്നത്. ഇത് എന്തായാലും 3 to 6 months കഴിഞ്ഞാലും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സായിരുന്നു. ഇനി ബാക്കി പരിപാടികളൊക്കെ കാണാം കേട്ടോ. സൗണ്ട് ഒക്കെ ഞങ്ങള് ഇതിട്ടേ കാണത്തുള്ളൂ. കാരണം ഏഞ്ചലിന്റെ കുറച്ചു നേരത്തിന് മൈക്ക് കൊടുക്കട്ടെ. അപ്പൊ ഏഞ്ചലിന് ഇനി മുടിയെട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെത് ആ പന്നിപ്പോടെ ഞങ്ങളടുത്ത് മാറ്റി വെച്ചിരിക്കുക. കാരണം ഏഞ്ചലിന് അത് കാണുമ്പോഴാണ് പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം കൂടുന്നത്. പിന്നെ ഏഞ്ചലിന് മുടിയെട്ടി കൊടുക്കാം.
അപ്പൊ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏഞ്ചലിന് ഒരു പൊട്ടും വെച്ചെടുത്ത് ഏഞ്ചലിനെ സുന്ദര കുട്ടിയാക്കാം. അയ്യോ, ഇത്ര മുടി കൂടെ എടുക്കേണ്ടതായിരുന്നു. അതിപ്പോ വേണ്ട. അല്ലേ, ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ്. നമ്മുടെ ഇതിലാണ് ഞങ്ങൾ ഇന്ന് 10 വെക്കാൻ പോകുന്നത്. തക്കാളിയാണ് കേട്ടോ. കൊടുക്കാം. ഇപ്പൊ ഒരു തക്കാളി ഏഞ്ചലിന്റെ കൈ കൊണ്ടിട്ട് ഞങ്ങൾ തക്കാളി വെക്കാൻ പോവാണ് കേട്ടോ. സൈഡിലോട്ട് മാറ്റി ഫ്രിഡ്ജിലിരുന്ന് തക്കാളിയായി കാരണം എടുത്ത് ഇത്ര നേരം പുറത്ത് വെച്ചപ്പോ ഒരുമാതിരി വെള്ളമൊക്കെ ഒന്ന് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. തക്കാളി അപ്പൊ ഏഞ്ചലിനെ അനീഷ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് തക്കാളിയൊക്കെ വെള്ളമൊക്കെ തുടച്ചു വെക്കാം. തക്കാളി നിങ്ങൾ നട്ടുവായിട്ടിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തുടച്ചാൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മൊത്തം വെള്ളമാവും. അത് നമുക്കൊരു വൃത്തികേടായിരിക്കും. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വെള്ളത്തിൽ നമുക്ക് ഇരിക്കുന്നതേ. തക്കാളി ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി വാങ്ങിച്ചു കേട്ടോ. സാധാരണ വീട്ടിൽ നാടൻ തക്കാളിയാണ് വാങ്ങിക്കാം. നാടൻ തക്കാളികളുണ്ട്. പിന്നെ ഷൂട്ടിനായിട്ട് എന്തായാലും തക്കാളി ഒരുപാട് വേണമല്ലോ. പ്രത്യേകം പോയി വാങ്ങിച്ചതാണ്. നമ്മൾ നോക്കും ഒരു നാടൻ എല്ലാ നാടനാണ്. അതായത് തണ്ടുള്ളത് തണ്ടില്ലാത്തത്. നമുക്ക് തണ്ടുള്ളത് തണ്ടില്ലാത്തത് അങ്ങനെ വെച്ച് ഫോട്ടോ വയ്ക്കാം. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതിലപ്പുറത്ത് ഊന്നിരിക്കാം കേട്ടോ. അതിന്റെ കൊട്ടൊക്കെ കേൾക്കാം, ബഹളമൊക്കെ. വെള്ളം ദിവസം വെച്ചത് മൊത്തം വെള്ളമായി. ഞങ്ങളുടെ വീട്ടിൽ തക്കാളികൾക്കൊക്കെ അതിൻ്റെ ഒത്തിരി ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് തക്കാളി വീട്ടിൽ എപ്പോഴും കാണുകയും ചെയ്യും. നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഇതിന്റെ പരിപാടി വന്നിരിക്കാം. 5 തക്കാളി കൂടെ ഇവിടെ കൂട്ടാം. ഇതെല്ലാം പാട്ട് പാടി കൊടുക്കാം അനീഷ. തക്കാളി തണ്ടകളി 2-3 തക്കാളിയുടെ തണ്ടക്കളി പോയി. തണ്ട തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞ ചായ ഇടാൻ സമയമായിട്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 10 വെക്കാൻ പോവുകയാണ്. പെട്ടെന്നെല്ലാം ചെയ്യണം. തക്കാളി കുറച്ച് ഏഞ്ചലിനോട് ഇരുത്താം. തക്കാളി നല്ല ഏഞ്ചലിന്റെ സൈസിനുള്ള തക്കാളിയാ പിടിച്ചോ. അപ്പൊ ഇതാണ് കേട്ടോ 10. ഏകദേശം ഓക്കെ ആണിത്. ഏഞ്ചല് 10 ഒക്കെ വെക്കാൻ കിടക്കുവാണ് കേട്ടോ. ഏഞ്ചലേ
ഇനി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഏഞ്ചൽ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഇരുത്തിയിട്ടാവാം കുറച്ച് ഫോട്ടോസ്. അപ്പൊ ഷൂട്ടൊക്കെ നിർത്തി കേട്ടോ. ഇനി കൂടുതലൊന്നും ഫോട്ടോ നല്ലതൊന്നും കിട്ടിയില്ല. കാരണം ഏഞ്ചൽ ഭയങ്കര നോട്ടിയായിരുന്നു. ഭയങ്കര പാടുപെട്ടു ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. ഏഞ്ചലിന് എങ്ങനെയൊക്കെ തക്കാളി ആയത് കാരണം ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽ പിടിച്ചിട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയ ഫോട്ടോസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു 4-5 കിട്ടിക്കാണും തോന്നുന്നു. ഇരുന്നിട്ട് 1-2 കിട്ടി കാണും. പക്ഷെ കഴിഞ്ഞ മാസം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല ഫോട്ടോസ് ഒരുപാട് കിട്ടിയാണ്. പക്ഷെ ഇത് ഇച്ചിരി ഇതാണ്. എന്നാലും ഉള്ള ഫോട്ടോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും മടിക്കണ്ട കേട്ടോ. See you on next video. Bye. 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 Okay.